Hi guys, welcome back to another video of 10 to 10,000 trading challenge. ഞാൻ കുറച്ച് ലേറ്റായി മാർക്കറ്റിൽ ഇപ്പം ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ഒരുപാട് മൂവ്മെൻറ്റ് വന്നുപോയി. നമ്മളെ ഇന്നലെ വരെയുള്ള ഇതിൻ്റെ ബാലൻസ് നമുക്ക് $92 എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടാലറിയാം. നമ്മൾ ഇന്നലെ $17 ബുക്ക് ചെയ്തിരുന്നു പ്രോഫിറ്റ്. ഇന്നലത്തെ ട്രേഡാണ് ഗൈസ് ഇത്. ഇനി മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കണം. ഡെയിലി ക്യാൻഡിൽ ഒരുപാട് പേരെ ഇവിടുന്ന് ലിക്വിഡേറ്റ് ചെയ്തു മാർക്കറ്റ്. അതായത് ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് തരുന്നത് പോലെ കാണിച്ചു. ഇതിപ്പം ഷോർട്ട് ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. 5 മിനിറ്റ് നോക്കാം. 5 മിനിറ്റിൽ ഇവിടുന്നെല്ലാം ബൈ ചെയ്തവർ ഇവിടുന്നും ബൈ ചെയ്തവരുണ്ടാവും. അതൊക്കെ ഓൾറെഡി ഇവിടുന്ന് ലിക്വിഡേറ്റ് ആയി. മാർക്കറ്റ് മൊത്തം കൊണ്ടുപോയി. ഈ ക്യാൻഡിൽ 15 മിനിറ്റിൻ്റെ 1 ക്യാൻഡിലാണ്. ഒരൊറ്റ ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് നോക്കിയാൽ ഞങ്ങൾ ഒരു ക്യാൻഡിൽ ഗോൾഡിൽ ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത് അത്. സോ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും സൈഡിലോട്ട് കിട്ടുമോ നോക്കണം. അതിനാദ്യം മാർക്കറ്റ് ഇപ്പം ഡെയിലി ക്യാൻഡിൽ ലുക്കിംഗ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ക്ലോസ് ബിലോ. എന്നാണെങ്കിൽ വീക്കെൻഡാണ്. വീക്കെൻഡ് ഫോറക്സ് മാർക്കറ്റ് ക്ലോസിങ് ചെയ്യും. സോ ക്ലോസിങ്ങിൻ്റെ ഏകദേശം സമയമായി തുടങ്ങി. ഇനി 15-ാം തീയതിയാണ് ഇനി അടുത്ത മാർക്കറ്റ് ഓപ്പൺ ആവുക. അപ്പം ആ സമയം ആവുമ്പോഴേക്കും നമുക്ക് ഹോൾഡിങ് ട്രേഡൊന്നും ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുമല്ല. ചെറിയ ഏതെങ്കിലും ലെവൽ കിട്ടുമോ നോക്കാം നമുക്ക്. 4 ഹവറിൽ സ്ഥിതി 4 ഹവറിൽ ബ്രേക്ക് ഔട്ട് തന്നു. ഈ ഒരു ഏരിയ വരെ പോയി. ഇൻഫാക്റ്റ് ഇത് റീട്രേസ്മെൻറ്റ് പോലെയാണ് ഇപ്പോൾ 4 ഹവറിൽ വർക്ക് ആവുന്നത്. ബൈങ് ട്രെൻഡിലോട്ട് തന്നെ പോകാനാണ് ചാൻസ് കാണിക്കുന്നത് 4 ഹവറിൽ. 1 ഹവറിലും ഇവിടുന്ന് റിജക്ഷൻ എടുത്തു. ഈ ലൈനിൻ്റെ മുകളിൽ കഴിഞ്ഞ ലെവലിലെ മുകളിലോട്ട് ക്ലോസിങ് തന്നു 1 ഹവറിലും. 30 മിനിറ്റ്സ് ഇൻഫാക്റ്റ് സെയിം ലുക്കിംഗ് സെയിം. 15 മിനിറ്റ്സും ഐഡൻറ്റിക്കലാണ്. ബട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു ലെവലിലോട്ട് എത്തിയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പെർഫെക്റ്റ് സെറ്റപ്പ് എന്തായാലും ഒരിക്കലും കിട്ടില്ല. ബട്ട് എടുക്കുന്ന സെറ്റപ്പ് എവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ റിസ്ക് റിവാർഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇവിടുന്ന് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ റിസ്ക് ആവും. ഇതുവരെ റിസ്ക് എടുക്കേണ്ടി വരും ഇവിടുന്ന് അപ് ട്രെൻഡിൽ ബൈയിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇത് അഥവാ റിവേഴ്സിൽ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഏരിയ വരെ വരും. സോ കൺഫർമേഷൻ ഇല്ല. ഗോൾഡിൽ എവിടെയും ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല. 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ഒരു കാര്യം കൺഫേം ആണ്, ബൈയിങ് ഏരിയ ആണ്. ഈ ബയേഴ്സ് ഈ ലെവലിലെ താഴോട്ടേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ നിന്നൊക്കെ റിജക്ഷൻ വന്നു.
ട്രേഡിംഗ് വ്യൂവിൽ ഞാനൊരു മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അനാലിസിസ് പറഞ്ഞുതരാം. ഈ ഒരു മാർക്ക് ഉണ്ടോ, ഇത് ഞാൻ ആ ഒരു ലൈന് ഞാൻ ഡ്രോ ചെയ്ത് വെച്ചുണ്ടോ അങ്ങനെ. ഇതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഡെയിലി ഈ ഒരു റേഞ്ചിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ കറക്റ്റ് ആ ലെവലിലോട്ട് വന്നിട്ട് മാർക്കറ്റ് ക്ലോസിങ് തരാണ്. അഥവാ ഈ ക്ലോസിങ് ഇങ്ങനെ വന്ന് തന്നു കഴിഞ്ഞാൽ മിക്കവാറും അവിടുന്ന് രജിസ്ട്രേഷൻ എടുത്ത് ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ അടുത്ത ഈ ഒരു ഇതിലോട്ട് വരും. 1-2 ദിവസം എടുക്കും, ചിലപ്പോൾ 3-4 ദിവസം, പറയാൻ പറ്റില്ല. പതുക്കെ മാർക്കറ്റ് താഴോട്ടേക്ക് വന്ന് ഈ ലെവൽ ഒന്നുകൂടെ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അഥവാ സ്ലോ ആണെങ്കിൽ, മാർക്കറ്റ് സ്ലോലി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ഈ ഒരു ലെവൽ മീറ്റ് ചെയ്യും. അഥവാ ബൈയിങ് വീണ്ടും സ്ട്രെങ്ത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും പോയി ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് തരും. അതല്ലെങ്കിൽ ഒന്നുകൂടെ ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈം ഫ്രെയിമിലേക്കുള്ളൊരു ട്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ റെസ്പെക്റ്റ് ഒഴിവായാൽ പിന്നെ ഉറപ്പായിട്ടും ഇവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം പോവും. അപ്പോൾ ഒരുപാട് സെൽ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വരെ ഏകദേശം ഈ ലെവൽ വരെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് നോട്ട് ഷുവർ. വരാണെങ്കിൽ ഇതുവരെ വരുള്ളൂ മാക്സിമം. പിന്നെ ഗോൾഡാണ്. ഗോൾഡ് ഒരിക്കലും അങ്ങനെ വലിയ ക്രാഷ് ലെവലിലേക്ക് വരാൻ ചാൻസ് കുറവാണ്. റീട്രേസ്മെൻറ്റ് വരും. റീട്രേസ്മെൻറ്റ് വന്ന് വീണ്ടും ഗോൾഡ് മുകളിലോട്ട് പോകാനാണ് ചാൻസ്. എത്ര മുകളിലോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു പ്രഡിക്ഷനും ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് എത്രത്തോളം മുകളിലോട്ട് പോകുന്നുള്ള ഗോൾഡ്. സോ ലെറ്റ് സി. ബിറ്റ് കോയിനിൽ എന്തെങ്കിലും ട്രേഡ് കിട്ടുമോ എന്നും കൂടെ നോക്കാം. ബിറ്റ് കോയിനും 1 ഡേയിൽ ഒരു പാറ്റേൺ വരുന്ന പോലെ ഉണ്ട്. ഡെയിലി ഈ ഒരു ചാനലിൽ മൂവ് ചെയ്യുന്ന പോലെ ഉണ്ട് ബിറ്റ് കോയിൻ. ബട്ട് ക്ലിയർ അല്ല. എന്തായാലും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബിറ്റ് കോയിൻ. സോറി, ഈ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡെയിലിയിൽ 4 hourൽ റെഡ് ക്ലോസ് ചെയ്തു. 1 hourൽ സെല്ലിംഗ് ആണ്. മാർക്കറ്റ് ഒരു നമുക്ക് എന്താ പറയുക, ഒരു കറക്റ്റ് ഒരു ലെവലിലല്ല ട്രേഡിങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലെവലിലല്ല. എനിക്ക് ഫുള്ളി കൺഫ്ലുവൻസ് ആവാൻ നമുക്ക് കറക്റ്റ് കൺഫ്ലുവൻസ് കിട്ടാതെ മാർക്കറ്റിൽ കയറിയാൽ ഡേഞ്ചർ സിറ്റുവേഷനാണ്. അത് വെറുതെ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം അങ്ങനത്തെ മാർക്കറ്റിൽ കൊണ്ടുപോയി കളയുന്നതിന് നല്ലത് മാർക്കറ്റ് ഒന്നുകൂടെ കറക്റ്റ് നമുക്ക് ഏതെങ്കിലും ട്രേഡ് കറക്റ്റ് തരുമോ നോക്കാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രം പേഷ്യൻസി ആയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. അങ്ങനത്തെ നല്ല ട്രേഡ് കിട്ടുകയാണെങ്കിൽ മാത്രം ചെയ്യുക. അതേ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റിൽ ഈ ഇതിപ്പം ഇവിടുന്ന് ഒരു ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഇൻഫാക്റ്റ് കുറേ പേര് ചിലപ്പം സെല്ലിങ് സൈഡിലോട്ട് കയറി കാണും ഗോൾഡിൽ.
പക്ഷേ ഇപ്പം ബൈയിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മാർക്കറ്റ് ഇതുവരെ ഒരു പ്രോപ്പർ ക്ലോസിങ് ഏതർ സൈഡ് നമുക്ക് പറയാറായിട്ടില്ല. ഫോർ അവർ ലുക്കിംഗ് ലൈക്ക് ഇറ്റ് വിൽ ഗോ അപ്പ്. പക്ഷേ 38 മിനിറ്റ് ഇനിയും 4 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ബാക്കിയുണ്ട്. 30 മിനിറ്റിലെല്ലാം ചെറിയ ചെറിയ ക്യാൻഡിൽസാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാൻഡിൽസിൻ്റെ ഒക്കെ പ്രശ്നം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് മാർക്കറ്റ് സൈഡ് വേസ് ആയിക്കൊണ്ടേയിരിക്കും അങ്ങനത്തെ ക്യാൻഡിൽസിൽ കയറിയാൽ. ഫൈവ് മിനിറ്റിൽ സൈഡ് വേസ് ആയി ഓൾറെഡി മാർക്കറ്റ്. ക്യാൻഡിൽസിനൊന്നും സ്ട്രെങ്ത് ഇല്ല. സോ ഒന്നെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് അവോയ്ഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വെയിറ്റ് ആൻഡ് വാച്ച്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ 2x കണ്ടോളൂ. അഥവാ ഇത് ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബോറിങ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2x ഇട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കാണണമെങ്കിൽ കണ്ടോളൂ. ഞാൻ ഈ ഇതിൻ്റെ അതായത് നമ്മളെടുത്ത ട്രേഡിൻ്റെ ഇന്നലത്തെ ട്രേഡ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം കറക്റ്റ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. അതായത് ഈ $17 ശേഷം ഈ 0.89 വന്നത് കോസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അത് അഥവാ കോസ്റ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മളെ എഗെയിൻസ്റ്റ് അല്ല മൂവ് ചെയ്തത്, ശരിക്കും നമ്മളെ ടേക്ക് പ്രോഫിറ്റ് എടുക്കേണ്ടതായിരുന്നു ഇന്നലെ. കാരണം ഇന്നലത്തെ ആ ലെവലിൻ്റെ ശേഷം വന്ന മൂവ്മെൻറ്റ്സ് ആണ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ എവിടുന്നായിരുന്നു എടുത്ത്, ഇന്നലെ 11 ഗൈസ്. ഇന്നലെ നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈയിങ് സൈഡിലോട്ട്. ഇൻഫാക്റ്റ് ഇവിടുന്ന് ഞാൻ കോസ്റ്റ് ആക്കി. ഈ ഒരു ഏരിയ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തത്. അതായത് ഇവിടുന്ന് ഞാൻ ഡയറക്റ്റ്ലി റിസ്ക് എടുത്തത്. നിങ്ങൾ ഈ ക്യാൻഡിൽ ശ്രദ്ധിച്ചു, ഈ ക്യാൻഡിലിൻ്റെ താഴെ ലെവലിൽ നിന്നാണ് ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ. ഇവിടെ നിന്നു ഇത് ക്ലോസ് ചെയ്തു, തിരിച്ചു വന്നു. ഇത് ഈ ക്യാൻഡിലിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതിൻ്റെ ശേഷം പിന്നെ പോയി ഞാൻ ഇവിടെ ആയിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നു, $10 എങ്ങാനായിരുന്നു. പക്ഷേ ഇൻഫാക്റ്റ് ടാർഗറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം ഉണ്ടായിരുന്ന മൂവ്മെൻറ്റ് നോക്കിയാൽ ടാർഗറ്റ് എനിക്ക് കിട്ടിയില്ല, ഓൾറെഡി സ്റ്റോപ്പ് ലോസ് അടിച്ചതുകൊണ്ട്. സ്റ്റോപ്പ് ലോസ് മീൻസ് കോസ്റ്റ് എനിക്ക് ഇറങ്ങേണ്ടി വന്നു മാർക്കറ്റിൽ നിന്ന്. പക്ഷേ അഥവാ ഞാൻ ഒരു $5 റിസ്ക് ആണ് ഇട്ടെങ്കിൽ ഏകദേശം ഇവിടെ ആയിരിക്കും കിടക്കുക, ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പം ആ റിസ്കിലാണ് ഞാൻ ഇട്ടതെങ്കിൽ ഓൾറെഡി മാർക്കറ്റ് പിന്നെ അത് കട്ട് ചെയ്യാതാണ് പോകുന്നത്. പിന്നെ ഇത്രയും റൈഡ് ചെയ്ത് പോകുമായിരുന്നു. ഞാൻ രാവിലെ ശരിക്കും നോക്കുമ്പോഴേക്കും ഈ ഒരു ലെവലിലോട്ട് എത്തുമായിരുന്നു. ബട്ട് ഇൻഫാക്റ്റ് അഥവാ കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ തന്നെ അത്രയും ഹോൾഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയത് മൊത്തം പോയിട്ട് ഇൻഫാക്റ്റ് $5 ലോസിലും കട്ടാവുമായിരുന്നു. കാരണം അത്രയും ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടുന്ന് എടുത്തു ഈ 2-3 ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ മൂവ്മെൻറ്റ്സ് വരുന്നോ ഒന്നും അറിയില്ല. നമ്മൾ ട്രേഡിങ് പ്ലാൻ ഉണ്ടായിരിക്കുക, നമ്മളത് ഫോളോ ചെയ്യുക, കറക്റ്റ് റിസ്ക് റിവാർഡ് കറക്റ്റ് വെക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. അഥവാ ഓപ്പൺ ടാർഗറ്റ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് ഏത് സമയത്തും വരാം, പ്രത്യേകിച്ച് ഗോൾഡിൽ. ഇൻഫാക്റ്റ് ബിറ്റ് കോയിനും സെയിം ഒരു പാറ്റേണിലാണ് പോകുന്നത്, ഗോൾഡിൻ്റെ അതേ പാറ്റേണിലാണ്. ഗോൾഡ് താഴത്തേക്ക് വന്നാൽ അതേപോലെ തന്നെ ബിറ്റ് കോയിനും വന്നിട്ടുണ്ട്. പക്ഷേ ബിറ്റ് കോയിൻ എനിക്ക് ഒന്നും കൂടെ
കുറച്ച് ക്ലീൻ ലുക്കിംഗ് പോലെ തോന്നുന്നുണ്ട് ഷോർട്ട് ടൈം ഫ്രെയിം 15 മിനിറ്റിലെല്ലാം. ബട്ട് 30 മിനിറ്റ്സ് നമുക്കൊരു കൺഫ്ലുവൻസ് കിട്ടുന്നില്ല. മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു ലെവൽ ഒന്നും കിട്ടുന്നില്ല. ശരിക്കും ഇവിടെ നിന്നു നല്ല സ്ട്രോങ് ബൈയിങ് വരേണ്ടതാണ്. ഇവിടുന്ന് പ്രീവിയസ്ലി ഇവിടുന്നെല്ലാം നല്ല ബൈയിങ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് റേഞ്ച് മോഡായി പിന്നെ വീണ്ടും ബൈയിങ് വന്നു. അങ്ങനത്തെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യേണ്ടതാണ് മാർക്കറ്റ്. പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ഒരു ചാനലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത് മാർക്കറ്റ് ഈ ഒരു ചാനലിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 hour നോക്കാം. ഒരു ചാനലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, ബ്രേക്ക് ഡൗൺ ചെയ്യാൻ മാത്രമല്ല, ഈ ഒരു റെഡ് ലൈൻ കണ്ടില്ലേ 88,937, അതിന് താഴോട്ട് വന്ന് ക്ലോസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ നിൽക്കുക ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും. 81,000 അല്ലെങ്കിൽ 82,000 ഈ റേഞ്ച് ബിറ്റ് കോയിൻ. ബട്ട് ബിറ്റ് കോയിൻ അത്രയും റേഞ്ചിലോട്ട് താഴോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബ്രൂട്ടലായിരിക്കും. ക്യാൻഡലിൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ, സെല്ലിങ് ക്യാൻഡലിൻ്റെയൊക്കെ റിയാക്ഷൻ, ബൈയിങ് ക്യാൻഡലിൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് വോളറ്റൈലാണ് ബിറ്റ് കോയിനിൽ. ഒരു സ്റ്റഡി മൂവ്മെൻ്റ് അല്ല ഇതൊക്കെ കണ്ടില്ലേ, 2 വലിയ ക്യാൻഡിൽ തന്നു, പിന്നെ പതുക്കെ വന്നിട്ട് മൊത്തത്തിൽ അത് ലിക്വിഡേറ്റ് ചെയ്തു. ഇവിടെ നിന്നൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഈ ബയേഴ്സ്, വീണ്ടും ബൈ ചെയ്യുന്നുണ്ടാവും. കാരണം സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, പിന്നെ ചെറിയ വീക്ക് സെല്ലിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന കാണുമ്പോൾ EMAൻ്റെ ഇവിടെ എത്തുമ്പോൾ കുറേ പേര് ചാടി കയറും. ഇവിടെ നിന്നൊക്കെ കയറിയിട്ടുണ്ടാവും, ഇവിടെ നിന്നൊക്കെ സ്റ്റോപ്പ് ലോസ് പോയിട്ടുണ്ടാവും കുറേ പേര്. അതിൻ്റെ ശേഷം പിന്നെ ഇവിടെ ഇങ്ങനൊരു മൂവ്മെൻറ്റ് തന്നു, അത് നേരെ കൊണ്ടുവന്നിട്ട് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇവിടെ നിന്നൊക്കെ വീണ്ടും താഴോട്ടേക്ക് പോയി. ലോങ് ടൈം ഫ്രെയിമിൽ ചെയ്യുന്നവരും ഇപ്പോൾ ഓൾറെഡി അതായത് ലോങ് ചെയ്തു വെച്ചവരൊക്കെ ഓൾറെഡി കട്ട് ഓഫ് ചെയ്തതാണോ, ആരെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ടാവും. 1 hour ചാർട്ടാണിത്. അപ്പം ഇതിൽ സെല്ലിങ് സാധ്യതയാണ് കൂടുതൽ. ബട്ട് സെല്ല് എവിടെ നിന്ന് ചെയ്യുന്നുള്ളതിൻ്റെ കറക്റ്റ് നമുക്കൊരു പ്രോപ്പർ സെറ്റപ്പ് കിട്ടിയിട്ടില്ല. ഇത് ഡിസംബറാണ്, പിന്നെ വീക്കെൻഡും കൂടാണ്. അതിൻ്റെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. മാർക്കറ്റ് ഓൾറെഡി സൈഡ് വേസ് ആയി, ഇപ്പോൾ കുറേ നേരമായിട്ട് സൈഡ് വേസ് ആണ്. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ റേഞ്ച് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 3.5 മണിക്കൂറായിട്ട് ഈ റേഞ്ചിൻ്റെ അകത്താണ് മാർക്കറ്റ്. ഈ റേഞ്ചിൻ്റെ അകത്ത് ഗൈസ്, നിങ്ങൾ എനിക്കറിയാം, അതായത് മാർക്കറ്റിൽ ചില സമയത്ത് നമ്മൾ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ വിചാരിക്കുന്നത് ഭയങ്കര ബോറിങ് വീഡിയോ ആണ്. ഞാനൊരു റിയാലിറ്റി പറഞ്ഞു, ബ്രൂട്ടൽ റിയാലിറ്റിയാണ്. ട്രേഡിങ്ങിൽ നമ്മൾ അനാവശ്യമായിട്ട് ട്രേഡ് എടുക്കണ്ടെന്ന് കരുതി ചാടി കയറി ട്രേഡ് എടുത്ത് നമ്മളിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന് സിസ്റ്റത്തിലിരിക്കുകയാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞ് വന്ന് സിസ്റ്റത്തിലിരുന്നാൽ അപ്പം തന്നെ 1 മിനിറ്റ് ക്യാൻഡിൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും.
ഓക്കെ, ഇത് മുകളിലോട്ട് പോകുന്നുണ്ടല്ലോ, എന്നാൽ മുകളിലോട്ടൊരു ട്രേഡ് എടുക്കാം. ഏ എന്നിട്ട് മുകളിലോട്ടൊരു ട്രേഡ് എടുക്കും. എന്നിട്ട് ആ മുകളിലോട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് തിരിച്ചിറങ്ങുന്നത് കാണുമ്പോൾ അത് കട്ട് ചെയ്യും. പിന്നെ താഴത്തേക്ക് ട്രേഡ് എടുക്കും. അത് പ്യുവർലി ഗാംബ്ലിംഗ് ആണ്. നമ്മളൊരു സെറ്റപ്പ് നോക്കാതെ ഒരു ട്രേഡിലങ്ങോട്ട് കയറി അതിങ്ങനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നതൊക്കെ മണ്ടത്തരാണ്. മാർക്കറ്റ്, അതായത് നമ്മളെ എത്ര എമൗണ്ടാണോ നമ്മൾ ഇടുന്നത് മൊത്തം കളയും. അത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ടോപ്പപ്പ് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരരുത്. ഉള്ള പൈസ മൊത്തം നമ്മൾ ഉണ്ടാക്കുന്ന പൈസ ഇതിൽ കൊണ്ടുപോയി കളയരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. ആയിരുന്നാൽ മാത്രമേ ക്ഷമിച്ചും മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എല്ലാ ദിവസവും ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത സമയത്ത് വെയിറ്റ് ചെയ്യുക. ആ വെയിറ്റിംഗ് അതൊരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണെന്ന് കരുതുക. ആ വെയിറ്റ് ചെയ്യുന്നത് ഒരു ട്രേഡാണ്. അത് ഏറ്റവും ബെസ്റ്റ് ട്രേഡ്. ഗൈസ്, ഇത് നമ്മളിപ്പം വെയിറ്റ് ചെയ്യുന്നതിനോണ്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. ഈ വീഡിയോ ലെങ്തിയറായി പോകും. ഞാൻ ഒന്നുകൂടെ ആലോചിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ഐ ഹാവ് ടു അപ്ലോഡ് ദിസ് വീഡിയോ. കാരണം നിങ്ങൾക്കിത് മനസ്സിലാവണം. അതായത് ട്രേഡ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും വന്ന് കയറി ഇരുന്നിട്ട് ഓക്കെ ട്രേഡ് കിട്ടി, ഇപ്പം തന്നെ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിൽ അതല്ല ട്രേഡിങ്. ഭയങ്കര തെറ്റിദ്ധാരണയാണ് ട്രേഡിങ്ങിൻ്റെ മുകളിൽ ഒരുവിധം എല്ലാവർക്കും വരുന്നൊരു തെറ്റിദ്ധാരണയാണത്. അപ്പം അത് മാറ്റാൻ എൻ്റെ ഈ ഒരു ചാനലിനെ കൊണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമാണെന്ന് വിചാരിക്കണം. സോ ആ ഒരു റീസൺ കാരണം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇൻഫാക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ എത്ര പേര് എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെന്നോ, എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നോ, അത് എത്ര പേര് കറക്റ്റ് ഡെയിലി ഫോളോ ചെയ്യുന്നുണ്ട്, വീഡിയോസ് കണ്ട് അതിൻ്റെ സൈക്കോളജിയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നോ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ചെറിയ ചെറിയ കമൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലരെങ്കിലും കാണുന്നുണ്ട്, പിന്നെ ചിലർ ഇൻട്രസ്റ്റഡ് ആണ്, ലൈവിൽ വരാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈവാണ്. ബട്ട് എനിക്ക് യൂട്യൂബിൽ ലൈവ് വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. ഞാനിപ്പം
റഷ്യയിലാണുള്ളത്, മോസ്കോയിലാണ്. യൂട്യൂബ് ഒക്കെ ബാനാണ് ഇവിടെ, വർക്ക് ചെയ്യില്ല ഇപ്പം. അപ്പം ഞാൻ ദുബായിക്ക് തിരിച്ച് പോകുന്ന സമയം പോയാൽ അവിടെ അതിനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ ലൈവ് വരും. ഈ ഒരു ജേണി ഞാൻ കണ്ടിന്യൂ ചെയ്യും. സോ ഗൈസ്, ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ഇവിടെ നിർത്തിയാലോ എന്ന് ആലോചിക്കാം. കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല മാർക്കറ്റിൽ. മാർക്കറ്റ് മൊത്തം നമ്മൾ കണ്ടു. ഈ ക്യാൻഡിൽസ് 30 മിനിറ്റ്സ് ക്യാൻഡിൽസാണ്. അതായത് അരമണിക്കൂർ വെച്ചിട്ട് ഇതിപ്പോൾ 2 മണിക്കൂർ, രണ്ടാമത്തെ മണിക്കൂറാണ് ഈ സൈഡ് വേസ്. ഇംപേഷ്യൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഇവിടെ നിന്നൊക്കെ കയറി കാണും. ഇത് 1 മിനിറ്റിൽ വെച്ചിട്ട് ഇവിടെ നിന്നൊക്കെ കയറി ഒരുപാട് പൈസ പോയിട്ടുണ്ടാവും. ഈ ഒരു ഏരിയയിൽ ഒരുപാട് പേര് വെറുതെ സെല്ലും ബൈയും സെല്ലും എടുത്ത് ഇങ്ങനെ പൈസ കുറേ കളഞ്ഞിട്ടുണ്ടാവും ഇംപേഷ്യൻ്റായിട്ട്. ഒരു മെത്തേഡ് കൂടെ പറഞ്ഞുതരാം. ഈ EMI ഉണ്ടല്ലോ, 920 EMI. ഈ EMI ഓവർലാപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടൈം ഇതാ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ മാർക്കറ്റിൽ ക്യാൻഡിലിൻ്റെ മുകളിൽ ക്യാൻഡിൽ ഇതാ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഓവർലാപ്പിംഗ് ക്യാൻഡിൽസ്, അതായത് ഒരു നീറ്റ്നെസ് ഇല്ലാത്ത ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ വെറുതെ കയറാതിരിക്കുക. ശരിക്കും ക്യാൻഡിൽ പാറ്റേൺ വരേണ്ടതാണ്. ഇതൊക്കെ കറക്റ്റാണ്. EMI താഴെ ക്ലോസ് ചെയ്തു, ഇവിടുന്ന് ക്ലോസ് ചെയ്തു, ഇവിടുന്ന് താഴെ ക്ലോസ് ചെയ്തു. ഇതൊന്നും ഓവർലാപ്പിംഗ് ഇല്ല, കണ്ടോ? ഓരോ ക്യാൻഡിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ആയി പോണത്. ഇവിടെയൊക്കെ സെപ്പറേറ്റ് ക്രിയേറ്റ് ആയിട്ട് പോകണം. അപ്പോൾ ഓവർലാപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിൽ ഇവിടെ നിന്ന് ഓവർലാപ്പിംഗ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓവർലാപ്പിംഗ് ക്യാൻഡിൽസ് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് ഇതാ ഇവിടെ നിന്നൊക്കെ ഓവർലാപ്പിംഗ് ആണ്. അപ്പം കുറച്ചൊക്കെ മാർക്കറ്റ് സ്ലോ ആയാൽ നമ്മളെ ഒരു കറക്റ്റ് നമുക്കൊരു പൊസിഷൻ എങ്ങോട്ട് എടുക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക ട്രേഡ്. ബെസ്റ്റ് സംഭവം അതാണ് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽ സൈഡിലോട്ട് ഇത്രയും സ്ട്രോങ് സെല്ലിങ് വന്നത് കാരണം സെൽ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റും കൂടെ പ്രതീക്ഷിക്കാം. ബട്ട് അതെപ്പം വരും എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ ഏകദേശം ഫിബനാച്ചി ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 50%-ലായിരിക്കും. ഈ ടോപ്പൊന്ന് ഡ്രോ ചെയ്താൽ ഫിബ് റിട്രേസ്മെൻറ്റ് എക്സാക്ട്ലി 50% റേഞ്ചിലാണ് മാർക്കറ്റ് കിടക്കുന്നത്. അപ്പം ചാൻസസ് 50% റിജക്ഷൻ വന്നത് കാരണം ചാൻസസ് കൂടുതലും ഇനിയും ഒന്നുകൂടെ ഡൗണിലോട്ട് പോകാനാണ്. ബട്ട് അഥവാ മോഡിലോട്ട് ഈ 50% മോഡിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ചിലപ്പോൾ മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരെയെങ്കിലും വരും, എന്നിട്ടേ പിന്നെ താഴോട്ടേക്ക് പോവുള്ളൂ. ഒരു 0.78 ഈ ഒരു റേഞ്ച് വരെ, അതായത് ഏകദേശം 75%. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ വീക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഈ $92 തന്നെ നമ്മളിപ്പോൾ ടോട്ടൽ 7 ട്രേഡാണ് എടുത്തത്. 8th ട്രേഡിങ് സെഷനാണ് നമ്മളത്. ഈ ട്രേഡിങ് സെഷനിൽ നമ്മളൊന്നും ഇത് കണക്ക് കൂട്ടുന്നില്ല, കാരണം നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. ട്രേഡ് എടുത്താൽ മാത്രം ഞാൻ സെഷനായിട്ട് കണക്ക് കൂട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒരു അനാലിസിസ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി, അഥവാ ഞാൻ ട്രേഡ് എടുക്കാതെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ. അപ്പം
സെവൻ ട്രേഡിംഗ് സെഷനുകൊണ്ട് നമ്മൾ $10 $92.10 എത്തിച്ചിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഇന്നലെ ഇത് 9900 വരെ പോയിരുന്നു. നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലല്ലായിരുന്നു, അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് സ്റ്റിൽ ഗുഡ്. ഞാൻ ഇനീഷ്യലി $10 ഡെപ്പോസിറ്റ് ചെയ്ത ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഡെയിലി ഒരു $5 വെച്ചിട്ട് പിന്നെ ഒരു $30 എത്തി കഴിയുമ്പോൾ പിന്നെ ഒരു ഏകദേശം ഒരു $5 എന്നുള്ളത് ഏകദേശം $8 അല്ലെങ്കിൽ $6-7-8 അറ്റ്ലീസ്റ്റ് ആ റേഞ്ചിലോട്ട് പിടിക്കാൻ പറ്റുമോ നോക്കണം. ഒരു $30 ആയാലും റിസ്ക് റിവാർഡ് അങ്ങനെയാണ്. ബട്ട് ഏതെല്ലാം നമ്മളെ പൊസിഷനിലോട്ട് ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ എഗെയിൻസ്റ്റ് പോവാത്തിടത്തോളം അത് മാക്സിമം കിട്ടുന്ന ലെവലിലോട്ട് ഹോൾഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് മേഡ് ചെയ്യാൻ നോക്കുന്നതിനോണ്ടാണ് നമുക്ക് റിസ്ക് റിവാർഡ് മാക്സിമം, അതായത് റിസ്ക് മാക്സിമം കുറച്ച് റിവാർഡ് മാക്സിമം കൂടുതൽ എടുക്കാൻ നോക്കുന്നതിനോണ്ടാണ് ക്യാപിറ്റൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ മിക്കവാറും ഇതൊരു $100 എബോ ആയാൽ ഇപ്പം ഞാൻ എടുക്കുന്ന റിസ്കിനേക്കാളും കുറച്ചുകൂടെ ഞാൻ റിസ്ക് കൂട്ടും. ഇപ്പോൾ 0.01 ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫാക്റ്റ് ഞാൻ 0.05 വരെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അത്രയും കോൺഫിഡൻസ് ഉള്ളപ്പോൾ മാത്രം. പക്ഷേ ഇനി $100 മുകളിലോട്ട് വരുമ്പോൾ ഞാൻ ചെറുതായിട്ട് റിസ്ക് കൂട്ടും. പക്ഷേ കൂട്ടുകയാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവറേജിങ് ടൈപ്പ് ചെയ്യാനാണ്. ചിലപ്പോൾ ഞാൻ മൊത്തത്തിൽ 0.2 എടുക്കാതെ 2 ഇതിലായിട്ട് എടുക്കും. അതായത് കറക്റ്റ് നമ്മളെ പൊസിഷനിൽ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വീണ്ടും ഒന്നുകൂടെ ആവറേജ് ചെയ്യുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ. BTC സ്ലോ ആയി. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ഇത് വീക്കെൻഡും കൂടെയാണ്, എത്രത്തോളം മൂവ്മെൻറ്റ് വരുന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ആരെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ മറ്റേ ഈ പടത്തിൽ പറഞ്ഞില്ലേ നാശത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ള മാർക്കറ്റ് അവോയ്ഡ് ചെയ്യുക ഗൈസ്. ഒരു കാരണവശാലും ഈ സൈഡ് വൈസ് മാർക്കറ്റിൽ തല വെക്കാതിരിക്കുക. ക്യാപിറ്റൽ എന്ത് വില കൊടുത്തും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇടുന്ന പൈസ, അതിലോട്ട് ഇടുന്ന പൈസ അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. ആ പൈസനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ആ പൈസ റെസ്പെക്റ്റ് ചെയ്യില്ല, അത് നിങ്ങളെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾക്കിത്, അതായത് ഇത് ഞാൻ പറയുന്ന എഴുതി വെച്ചോ, നിങ്ങൾ പൈസനെ റെസ്പെക്റ്റ് ചെയ്യാതെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല. സോ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഈവൻ ദോ ഏത് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിലും ആ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതിൻ്റെ ഒരു 2-3 സെക്കൻഡ് മുമ്പെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ റിസ്ക് എത്ര ഉണ്ടാവുന്നു. അത് തിരിച്ച് കയറുകയാണെങ്കിൽ എത്ര റിസ്കിൽ കട്ട് ചെയ്യുന്നുള്ളത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. അത് ഇല്ലാതെ ഒരു കാരണവശാലും ട്രേഡ് എടുക്കരുത്. ഓക്കെ, ഇത് നോക്കാം, ട്രേഡ് ഇവിടെ ഏതുവരെ എങ്ങനെ പോകും നോക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ അസംഷൻസ് വെച്ചിട്ടുണ്ടല്ലോ. ഹോപ്പ് ട്രേഡിങ്, ഒരു കാരണവശാലും ഹോപ്പ് ട്രേഡിങ് ചെയ്യരുത്. ചെയ്താൽ നിങ്ങളെ ക്യാപിറ്റൽ മൊത്തം വൈപ്പൗട്ടാവും. വൈപ്പൗട്ട് ആവാന്ന് മാത്രമല്ല, നിങ്ങളെ സൈക്കോളജി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും, ആ പോയ പൈസ ഇനി എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ വീണ്ടും ചിലപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പം. അതായത് ബിഗിനേഴ്സ് ട്രേഡേഴ്സ് മൊത്തം, അതായത് 96% ഉള്ളൂ
എല്ലാവരുമില്ല, ബട്ട് 96% ബിഗിനേഴ്സിന് എന്താ പറയുക, ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ആയിരിക്കും. മാർക്കറ്റിൽ പെട്ടെന്ന് കയറി ട്രേഡ് എടുക്കുക, ഫോമോ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾക്ക് അത് മിസ്സാവുമോ എന്ന് തോന്നാം. പിന്നെ പ്രോഫിറ്റ് കാണുമ്പോഴേക്കും അതിനെ തിരിച്ചിറങ്ങുമ്പോൾ അത് വേഗം കട്ട് ചെയ്യുക, ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ പ്രോഫിറ്റ് വേഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നങ്ങളാണ്, മാർക്കറ്റിൻ്റെ പ്രശ്നമല്ല. ഇൻഫാക്റ്റ് ഗോൾഡ്, ബിറ്റ് കോയിനും ഗോൾഡും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരേപോലെ ഫ്രണ്ട്സ് പോലെ ഉണ്ട്. ഒരേപോലെ ഈ റേഞ്ചിൽ, ഗോൾഡ് ഈ റേഞ്ചിൽ സ്ലോ ഡൗൺ ആയി, ബിറ്റ് കോയിൻ ഇവിടെ ഈ റേഞ്ചിൽ സ്ലോ ഡൗൺ ആയി. സോ ഗൈസ്, ഞാൻ ജസ്റ്റ് അനാലിസിസ് പറഞ്ഞു ഗോൾഡിൻ്റെയും ബിറ്റ് കോയിൻ്റെയും. ഇതിൽ ഡെയിലി ക്യാൻഡിൽ ഇപ്പോഴും ബുള്ളിഷാണ്, ബട്ട് ഈ ക്യാൻഡിൽ ഇതിൻ്റെ താഴെ, ഈ ലൈനിൻ്റെ താഴെ, അതായത് 4283.44 ഈ ഒരു ലെവലിലുണ്ടല്ലോ, ഇതിന് താഴോട്ടേക്കാണ് ഇന്ന് ക്ലോസിങ് വരുന്നതെങ്കിൽ പിന്നെ ഒരു ചാൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇത് നേരെ EMA ടെസ്റ്റ് ചെയ്യും. 9 EMA ടെസ്റ്റ് ചെയ്യാൻ വരും. അല്ലെങ്കിൽ 9 EMA ക്രോസ് ചെയ്ത് ഏകദേശം ഈ ഒരു ലെവലിൽ വരെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് 20 EMA വരെ ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ലെവൽ മീറ്റ് ചെയ്യും ചിലപ്പം. അങ്ങനെ വരാനാണ് ചാൻസ്. അഥവാ ഇത് ഇവിടുന്ന് താഴോട്ടേക്ക് വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതല്ല, ഇതിൻ്റെ മുകളിൽ, ഈ ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ തന്നെയാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ കൂടുതൽ ചാൻസും മാർക്കറ്റ് മൺഡേ ബുള്ളിഷാണ്. അപ്പം ഗൈസ്, ഞാൻ നിർത്താണ്. ഞാൻ ട്രേഡ് അവോയ്ഡ് ചെയ്യാണ് ഇന്നത്തെ ദിവസം. കാരണം നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 10-38 മിനിറ്റ് ഇരുന്നു. മാർക്കറ്റിൻ്റെ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും കാണില്ല. 1 മിനിറ്റിൽ ഉണ്ടാവും മൂവ്മെൻറ്റ് ഉണ്ടാവും, ബട്ട് അടുത്ത ഭാഗത്തെ ഈ $92 നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തീർക്കാൻ പറ്റും. ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ട് തീർക്കാം, ബൈയിങ്ങും സെല്ലിങ്ങും അടിച്ചിട്ട്. സോ ഞാൻ ഇന്ന് അവോയ്ഡ് ചെയ്യണം ഗൈസ്. നമുക്ക് പ്രോപ്പർ സെറ്റപ്പ് ഇല്ല. സോ ഐ എം അവോയ്ഡിങ് ദ ട്രേഡ്. സി യു ഓൾ ഓൺ മൺഡേ. മൺഡേയിൽ ഞാൻ ട്രേഡ് എടുത്താൽ അപ്ഡേറ്റ് ചെയ്യാം. സി യു ഓൾ, ബൈ ബൈ.